സുനിലേട്ടാ, വെനസ്വേലയിൽ സംഭവിച്ച പോലെ ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് കുറച്ച് പേരിങ്ങനെ നമ്മുടെ മെസ്സേജുകളിലൊക്കെ കാണുന്നുണ്ട്. ഇന്ത്യയിൽ അല്ല, ഇങ്ങനെ സോഷ്യൽ വരുമോ? മീഡിയയിൽ അങ്ങനെ ചില ഉം, ആളുകൾ, ചില സുഡാപ്പികൾ, ഉം, ചില ഇടത് കമ്മികൾ, ഉം. പിന്നെ രാഹുൽ ഗാന്ധി മനസ്സിലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുന്നില്ല, ജൻസി കലാപം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു, ഉം. ഉണ്ടാവുന്നില്ല. ഇനി അമേരിക്ക എങ്ങാനും വന്ന് ഈ പിടിച്ചോണ്ട് മോഡിയെ എങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇയാൾക്കൊന്നും പ്രധാനമന്ത്രിയാവണമല്ലോ. അപ്പോൾ മോദിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ഉം, ഇനിയിപ്പോൾ അമേരിക്ക വെനസ്വേലയിൽ വന്ന് നിക്കോളാസ് മഡുറോയെയും ഉം, ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോയി. അതുപോലെ ഇവിടെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഉം, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും, അത് കണ്ടിട്ടാണ് ബബിത എന്നോട് ചോദിക്കുന്നത്. ഉം, അത് ചില ആളുകൾക്ക് തോന്നാം, അമേരിക്കയെ പോലെയുള്ള ഒരു മൈറ്റി പവർ, ലോകത്തിലെ ഒരു വലിയ കരുത്തുറ്റ സേന, അമേരിക്ക പല രാജ്യങ്ങൾ ഇപ്പം വെനസ്വേല പിടിച്ചെടുത്തു. ഉം, അമേരിക്കയ്ക്ക് താല്പര്യമുള്ള സർക്കാരിനെ വെച്ചു. പണ്ട് പനാമ പിടിച്ചിട്ടുണ്ട്. പനാമയുടെ പ്രസിഡന്റിനെ പിടിച്ചു. പ്രസിഡന്റ് ആക്രമിച്ചപ്പോൾ പ്രസിഡന്റ് ഓടി വത്തിക്കാൻ എംബസി കയറി. നമ്മൾ ഉം, ഇന്നലെ ചെയ്ത വെനസ്വേല ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്ത വീഡിയോയിൽ ആ കഥ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അയാൾ എംബസി കയറിയപ്പോഴത്തെ ഇന്ത്യ ചുറ്റും കൂറ്റൻ മൈക്കുകളൊക്കെ വെച്ചു സംഗീത പീഡനം നടത്തി. അത് വലിയ ശബ്ദത്തിൽ മൈക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അവസാനം വന്ന് കീഴടങ്ങി. എന്നിട്ട് അയാളെ കൊണ്ടുപോയി 10-40 വർഷം ജയിലിലിട്ടു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രനേഡ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അമേരിക്ക അവരുടെ സൈനിക ശേഷി ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും കയറി അട്ടിമറി നടത്തി രാജ്യത്തലവന്മാരെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ വെനസ്വേലയുടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ചിലർക്ക് ആവേശം. അതുപോലെ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റെസൊല്യൂഷൻ എന്നാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ്റെ പേര്. അതുപോലെ ഒരു ആബ്സല്യൂട്ട് റെസൊല്യൂഷൻ ഇന്ത്യയിൽ നടത്തിയിട്ട് വന്ന് രാമാനം മോദിയെ പിടിച്ചുകൊണ്ടങ്ങ് പോകുന്നു. അപ്പോൾ ഈ ഒരാളിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടു. 2 അമേരിക്കൻ ഭടന്മാർ, ഡെൽറ്റ ഫോഴ്സിലുള്ള 2 അമേരിക്കൻ ഭടന്മാർ 2 കയ്യിലും പിടിച്ചുകൊണ്ട് നിക്കോളാസ് മഡുറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇന്ത്യയിലും വരും ഇതുപോലെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാർ കരുതക്കാമം കരഞ്ഞു തീർക്കുന്ന പോലെ പറയുന്നത്. ഇപ്പോൾ ബബിത ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് സമാധാനത്തിനുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ വെപ്പൺസ് ഓഫ് പീസ്. സമാധാനവും ആയുധവും തമ്മിൽ ബന്ധമുണ്ടോ? സമാധാനത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ. രാജ്ശങ്കപ്പ് എഴുതിയ പുസ്തകമാണ്. ഇതാണ് പുസ്തകം. ഈ പുസ്തകം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. അതിനു മുമ്പ് നോക്കൂ, ഈ അമേരിക്ക ആക്രമിച്ചിരിക്കുന്ന ആരാണ്? വെനസ്വേല. കൊച്ചൊരു രാജ്യം. അവിടെ അമേരിക്കൻ പട്ടാളക്കാരൻ ഫസ്റ്റ് 20 പേരാണ് ഈ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ കയറിയത്. അവിടുത്തെ സൈന്യം വെടിവെച്ച് പോലുമില്ല. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ ലോകരാജ്യങ്ങളൊക്കെ അപലപിക്കുന്നുണ്ട്. അപലപിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അമേരിക്ക എന്തൊരു വൃത്തികേടാണ് ട്രംപെ കാണിക്കുന്നത്, ഒരു രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോവുക, ഇതെന്തൊരു മര്യാദകേടാണ് എന്ന് ചോദിക്കാൻ ആരുമില്ല. തെറ്റായ ഞങ്ങളങ്ങോട്ട് പട്ടാളത്തെ അയക്കും എന്ന് പറയാൻ ആരുമില്ല. അമേരിക്കയുടെ ആക്രമണം നേരിട്ട വെനസ്വേല റഷ്യയായിട്ട് നല്ല ബന്ധമാണ്, ചൈനയായിട്ട് നല്ല ബന്ധമാണ്. ഇവരുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നിട്ടും ഈ ആക്രമണം നടന്നിട്ട് അവർ നോക്കി നിൽക്കുക. നോക്കൂ, അതുപോലെ തന്നെയാണ് ഉക്രൈനെ കയറി റഷ്യ അടിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം അപലപിക്കാൻ കുറേ ആളുകളും ഉക്രൈനെ സഹായിക്കാനുണ്ട്. പക്ഷേ ആരും ഉക്രൈനെ സഹായിക്കാൻ യുദ്ധത്തിന് നേരിട്ടിറങ്ങുന്നില്ല. കാരണം എന്താണെന്നറിയോ? ആക്രമിച്ചിരിക്കുന്ന ആരാണ്? അമേരിക്ക അല്ല, ഉക്രൈനെ ആക്രമിച്ചിരിക്കുന്നത് റഷ്യ, വെനസ്വേലയെ ആക്രമിച്ചിരിക്കുന്ന അമേരിക്ക. ആ 2 രാജ്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ രണ്ടും ആക്രമിച്ചിരിക്കുന്നത് ആരെന്ന് വെച്ചാൽ ആണവശേഷിയുള്ള രാജ്യങ്ങളാണ്. ആക്രമിക്കപ്പെട്ടതോ ആണവശേഷി ഇല്ലാത്ത രാജ്യങ്ങളാണ്. ഇതൊരു വ്യത്യാസമാണ്. അപ്പം ആക്രമണത്തിന് ഇരയാവുന്നത് ആണവായുധമില്ലാത്ത രാജ്യവും ആക്രമിക്കുന്നത് ആണവായുധമുള്ള രാജ്യവുമാണെങ്കിൽ ബാക്കിയുള്ളവർ ഇങ്ങനെ നിൽക്കും, കൈയും കെട്ടി. അയ്യോ, നമ്മൾ നാളെ കാണേണ്ടതല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് കോമഡി ഷോയിൽ പറയുന്നത് പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് സിനാറിയോ. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഈ പുസ്തകം കാണിച്ചത്. സമാധാനത്തിനുള്ള ആയുധങ്ങൾ. നമ്മൾ ആണവായുധം ഉണ്ടാക്കി ഇന്ത്യയെ ആണവശക്തിയാക്കി മാറ്റിയത് 1998 5 സ്ഫോടനങ്ങൾ അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നിരന്തരം നടത്തിയ AB വാജ്പേയി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയെ ആണവശക്തിയാക്കി മാറ്റി. അമേരിക്ക ചാരക്കണ്ണുകൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവരറിഞ്ഞില്ല. ഒന്ന് നടത്തി, അതിനടുത്ത ദിവസം നടത്തി, അതിൻ്റെ അടുത്ത ദിവസം നടത്തി. ഈ സ്ഫോടനങ്ങളൊന്നും അമേരിക്കയ്ക്ക് മുമ്പേ കാണാൻ കഴിഞ്ഞില്ല. അത്ര വിദഗ്ധമായിട്ടാണ് നമ്മൾ ആയുധങ്ങൾ നടത്തിയിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ആയുധങ്ങൾ സമാധാനത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. രാജ്ശങ്കപ്പയുടെ പുസ്തകത്തിൻ്റെ പേര് എങ്ങനെ ഇന്ത്യ ആണവ ശക്തിയായിട്ട് മാറി എന്നുള്ള കഥ, അതിൻ്റെ പിന്നിലുള്ള അധ്വാനമൊക്കെ വിവരിക്കുന്ന അതിപ്രശസ്തമായ പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അവസാനം നമ്മൾ പറഞ്ഞു, അപ്പോൾ എല്ലാവരും അപലപിച്ചു, ഇന്ത്യ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പൊട്ടിക്കാനുള്ളതല്ല, ഇത് സമാധാനത്തിനുള്ളതാണ്. കാരണം ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ ആരും ആക്രമിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും. നീ എന്നെ അടിക്കാൻ വന്നാൽ അടിയുണ്ടാവും. പക്ഷേ എൻ്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ഇരിക്കുന്നത് കണ്ടാൽ നീ എന്നെ അടിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും?
സമാധാനം ഉണ്ടാകും. അപ്പോൾ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ആണവായുധങ്ങൾ സമാധാനത്തിന് വേണ്ടിയുള്ളതാണെന്ന് അന്ന് നമ്മളെടുത്ത നയം. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കുന്ന രാജ്യമായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ മോദിയുടെ കാലത്ത് നമ്മൾ നിലപാട് മാറ്റിയിട്ടുണ്ട്. വേണ്ടി വന്നാൽ നമ്മൾ ആദ്യം പ്രയോഗിക്കുമെന്ന് പറഞ്ഞു. രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു, പ്രതിരോധ മന്ത്രി പലതവണ പറഞ്ഞു. വേണ്ടി വന്ന പോളിസിയൊക്കെ വേണ്ടി വന്ന് നമ്മൾ മാറ്റും. അതിന് കാരണം അജിത് ഡോവൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായി വന്നതിന് ശേഷം ഇപ്പോൾ ഡോവൽ ഡോക്ട്രിൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഡോവൽ ഡോക്ട്രിൻ എന്ന സിദ്ധാന്തമാണ്. ഡോവലിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതായത് നമ്മളെ ഒരുത്തന്നെ ആക്രമിക്കാൻ വേണ്ടി കമ്പിപ്പാരയും വെട്ടുകത്തി മാസും ബൾബും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ നിൽക്കുക, അവനവിടെ നിൽപ്പുണ്ട്, അവൻ നമ്മളെ ആക്രമിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അവൻ ആക്രമിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് കുറച്ച് പരിക്ക് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കുമായിരിക്കും. പക്ഷേ അപ്പോഴും നമുക്ക് പറ്റിയ പരിക്ക് അല്ലേ, അത് പരിഹരിക്കപ്പെടുന്നില്ല. നമ്മളെ ആസിഡ് ബൾബിന് നമ്മൾ എറിഞ്ഞാൽ നമ്മുടെ ദേഹം പൊള്ളിപ്പോവും. അത് കഴിഞ്ഞ് നമ്മളവന് വീട് കത്തിക്കായിരിക്കും. നല്ല കാര്യമുണ്ടോ? നമ്മുടെ ദേഹം പൊള്ളി. അപ്പോൾ പക്ഷേ ഡോവൽ പറഞ്ഞു അങ്ങനെയല്ല, അവനവിടെ ആസിഡ് ബൾബും വടിവാളുമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ടടിക്കണം നോക്കണ്ട, അവനെ അവിടെ കയറി അടിക്കണം. അതായത് നമ്മളെ ആക്രമിക്കാൻ ആരെങ്കിലും സന്നദ്ധതയോടെ സജ്ജരായി നിൽക്കുകയാണെങ്കിൽ അവൻ ആക്രമിക്കും മുമ്പ് നമ്മൾ അങ്ങോട്ട് അടിക്കണം. ഇതാണ് ഡോവൽ ഡോക്ട്രിൻ. ഇതാണ് നമ്മൾ പഹൽഗാമിന് ശേഷം കാണിച്ചത്, പുൽവാമയ്ക്ക് ശേഷം കാണിച്ചത്. നമ്മൾ കയറി അടിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അതായിരുന്നു. നമ്മളെ ആക്രമിച്ചു, നമ്മൾ തിരിച്ചടിച്ചു. പക്ഷേ ഉറി ആക്രമണത്തിന് ശേഷമാണ് നമ്മൾ ബലാക്കോട്ട് ആക്രമണം നടത്തിയത് അല്ലേ. അപ്പോൾ തീവ്രവാദ ക്യാമ്പുകൾ തകർക്കുക എന്നുള്ളത് അവരവിടെ ക്യാമ്പിൽ ആൾ കൂട്ടുമ്പോഴേ നമ്മൾ അടിച്ച് തകർക്കും. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, വീട്ടിൽ കയറി അടിക്കുമെന്ന്. മോദി പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇന്ത്യക്കെതിരെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ വീട്ടിൽ കയറി അടിക്കും എന്ന് പറഞ്ഞു. അത് മോദിയുടെ സിദ്ധാന്തമല്ല, അത് ഡോവൽ ഡോക്ട്രിനാണ്. ആ സിദ്ധാന്തം നമ്മളിപ്പോൾ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പ്രതിരോധം മാത്രമല്ല ഒഫൻസീവായിട്ട് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാണ്. ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാറി. ഇങ്ങോട്ടടിച്ച മുംബൈ ഭീകരാക്രമണം, അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പാർലമെൻറ്റ് ആക്രമണം, ഇതൊക്കെ നടന്നപ്പോൾ നമ്മൾ പാകിസ്ഥാനെ ഒരു മറുപടി കൊടുത്തില്ല. അപ്പോൾ പാകിസ്ഥാന് തോന്നി ഇന്ത്യ കിട്ടിയാൽ അവിടെ നിന്ന് മോങ്ങും, എന്നിട്ട് 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും, ഇതല്ലാതെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിലുണ്ടായാൽ അത് നമ്മൾ യുദ്ധമായി കണക്കാക്കി നിൻ്റെ വീട്ടിൽ കയറി അടിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നയം അങ്ങോട്ട് മാറി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ ചില സുടുക്കൾ കമ്മികളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ഇങ്ങനെ പറന്ന് വന്നിറങ്ങുന്നു, ഡൽഹിയിൽ ഇറങ്ങുന്നു, എന്നിട്ട് വന്ന് മോദിയെ പിടിച്ചുകൊണ്ട് പോകുന്ന ആലോചിച്ചാൽ ഡെൽറ്റ ഫോഴ്സിനെ നമ്മുടെ പിള്ളേർ വെടിവെച്ചിടും. വെനസ്വേലയെ പോലെ തോക്ക് കൈ വെച്ചിട്ട് വെനസ്വേലൻ പട്ടാളം നിന്ന പോലെ ഇന്ത്യൻ ആർമി നിൽക്കത്തില്ല. ഇന്ത്യൻ ആർമി പ്രതിരോധിക്കും. ഒന്നത്. രണ്ടാമത്തത്, നമ്മുടെ കയ്യിലുണ്ടെന്നേ 10-200 എണ്ണം. എന്ത്, അമേരിക്കയുടെ 10-500 ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ 10-200 എണ്ണം ഉണ്ട് ആണവ ബോംബുകൾ. നമ്മളും എടുത്ത് കഴിച്ചു. ഇത് കൃത്യമായിട്ട് ആർക്കറിയാം? അമേരിക്കയ്ക്കും അറിയാം. നമ്മളൊരു ആണവശക്തിയാണ്. ലോകത്തൊരു ആണവശക്തിയെയും വേറൊരു ആണവശക്തി ആക്രമിച്ചിട്ടില്ല കഴിഞ്ഞ മെയ് മാസം വരെ. എന്താ കഴിഞ്ഞ മെയ് മാസം സംഭവിച്ചത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ആണവായുധമുള്ള ഒരു രാജ്യത്ത് നമ്മൾ കയറി അവൻ്റെ എയർബേസ് തകർത്തു, അവൻ്റെ ആർമിയുടെ എല്ലാ പ്രതിരോധ സന്നാഹങ്ങളും തകർത്തു. അവൻ്റെ നൂർഗാം എയർബേസിൽ ഇപ്പോഴും വിമാനം പറക്കുന്നില്ല. അത് ഉഴുതുമറിച്ചിട്ട് എന്നിട്ടെന്താ, കിരാന ഹിൽസിൽ കൊണ്ടുവച്ചിരുന്ന അവൻ്റെ ആണവ സ്റ്റോക്ക് പൈൽസ് വരെ നമ്മൾ അടിച്ചു തകർത്തു. നൂർഖാൻ എയർബേസിലും ഈ കിരാന ഹിൽസിലും അമേരിക്ക കൊണ്ടുവച്ച സാധനമാണ് നമ്മൾ അടിച്ചു കളഞ്ഞത്. അപ്പോൾ ലോകത്ത് അണുബോംബുകൾ കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ആണവശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു നില വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ന്യൂക്ലിയർ ബോംബ് കൈവശമുള്ള ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത്. ചരിത്രമാണ്. ഇന്ത്യ ഉണ്ടാക്കിയ ചരിത്രമാണ്, മോദി ഉണ്ടാക്കിയ ചരിത്രമാണ്. അത് നോക്കുവാൻ നമ്മൾ ചൈനയുണ്ട്, റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്തെ ആണവായുധമുള്ള ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം കയറി ആക്രമിച്ചിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറയാം. ഉക്രൈനിൽ പക്ഷേ റഷ്യയാണ് ആദ്യം ആക്രമണം തുടങ്ങിയത് അല്ലേ. അപ്പോൾ അവർ അവരുടെ ശേഷിക്കനുസരിച്ച് പിടിച്ചു നിൽക്കുന്നു. അതല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ച ചരിത്രമുള്ളത് ഇന്ത്യ ഒരു ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ കുഞ്ഞുകളിയൊന്നുമല്ല. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണെന്നേ. 10-15 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ട്. അത്രയും തന്നെ റിസർവ് ഫോഴ്സ് ഉണ്ട്. നമ്മൾ ലോകത്തിലെ കൂറ്റൻ സൈനിക ശക്തികളിലൊന്നാണ്. എനിക്കൊന്ന് 4ാമത്തെ സൈനിക ശക്തിയാണ്. ഏറ്റവും വലിയ സേന നമ്മുടെയാണ്. അമേരിക്ക, റഷ്യ, ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം ഇന്ത്യയുടേതാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഈ ഓപ്പറേഷനൊക്കെ നടക്കുമെന്നൊക്കെ ഉള്ളവർ ഉറക്കത്തിൽ സ്വപ്നം കണ്ടാൽ മതി. ടിക്കറ്റ് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കൂ, ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്താ താല്പര്യം? അമേരിക്കയ്ക്ക് വെനസ്വേല ഭരിക്കുകയൊന്നുമല്ല.
കാരണം അവിടെ 300-400 ശതകോടി ടൺ, ഉം. ശതം 100 300-400 കോടി ടൺ പെട്രോളിയം മണ്ണിനടിയിലുണ്ട്. ആ പെട്രോളിയം വേണം. ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഈ പെട്രോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം നിക്ഷേപമുള്ള രാജ്യം വെനസ്വേലയാണ്. ഏറ്റവും കൂടുതൽ ഖനനം ചെയ്യുന്നവരല്ല, കാരണം അവർക്ക് അതിനുള്ള സാങ്കേതിക വിദ്യയില്ല, പണമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ അമേരിക്ക പൊട്ടിപ്പാളീസായിരിക്കുന്ന രാജ്യമാണ്. നമ്മൾ പറയുന്ന പോലെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്കയാണ്. കടപ്പത്രങ്ങൾ വാങ്ങിച്ചിട്ടാണ് അമേരിക്ക നിത്യനിദാന ചിലവുകൾ നടത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ അമേരിക്ക ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ലായിരുന്നു, കാശില്ല. ട്രഷറി പൂട്ടിയിരുന്നു. ഇതൊക്കെ നമ്മൾ ചർച്ച വിമാന സർവീസുകൾ നിർത്തിയിരുന്നു. അപ്പോൾ വലിയ ദരിദ്രാവസ്ഥയില്ല. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞത് കാനഡ എനിക്ക് വേണം. കാനഡ വന്നിട്ട് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായിട്ട് കൂടിക്കോ എന്ന് ട്രംപ് പറയുന്നു. ഗ്രീൻലാൻഡ് പിടിക്കണമെന്ന് പറയുന്നു. പനാമ കനാലിൻ്റെ നിയന്ത്രണം വേണമെന്ന് പറയുന്നു. ഇപ്പോൾ വെനസ്വേല പിടിക്കുന്നു. വെനസ്വേല പിടിച്ചിട്ട് ഇപ്പോൾ ട്രംപ് ഒരു ലജ്ജയുമില്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ പറയുകയാണ്, ആഹാ കിട്ടിപ്പോയി, ഈ എണ്ണ മുഴുവനും ഞങ്ങൾ കാശുകാരാകും. അത് വല്ലവൻ്റെ രാജ്യത്തുള്ള എണ്ണ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനിയായ ഷെവറോൺ പോലെയുള്ള കമ്പനികൾക്ക് അമേരിക്ക വെനസ്വേലയുടെ എണ്ണ കൊടുക്കുകയാണ്. എന്നിട്ട് ആ കാശ് ഊറ്റിക്കൊണ്ടുപോകും, അമേരിക്ക സമ്പന്നതയിൽ ജീവിക്കും. അപ്പോൾ ഇതൊരു കൊള്ളയാണ്. ഈ കൊള്ള ഇന്ത്യയിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നടത്താൻ ട്രംപ് ആഗ്രഹിച്ചാലും നടക്കില്ല. കാരണം ഒരു കാര്യമുള്ളത്, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യ ഒരു ആണവശക്തിയാണ്. 2, ഇന്ത്യ ഭരിക്കുന്നത് പഴയ പോലെ അമേരിക്കയ്ക്ക് വേണ്ടി പോയി കാത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാരല്ല. ഇന്ദിരാഗാന്ധി പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോയി വൈറ്റ് ഹൗസിൽ ചെന്നു. അമേരിക്ക ചെന്നു 3.5 മണിക്കൂർ കാത്തിരുന്നിട്ടും പ്രസിഡന്റ് കാണാൻ സമ്മതിച്ചില്ല. ഇപ്പോഴോ ട്രംപ് പരസ്യമായി പറയുന്നു, ഞാൻ മോദിയെ വിളിച്ചു, 3 പ്രാവശ്യം വിളിച്ചിട്ട് മൂപ്പിലാണ് ഫോൺ എടുക്കുന്നില്ല, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയും. ഇന്ത്യ അങ്ങ് മാറിയെന്നേ. ഇപ്പോൾ ഇവിടുത്തെ സുടുക്കളുടെയും കമ്മികളുടെയൊക്കെ സ്വപ്നം നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് ഇല്ലാത്ത ഒരു സ്വപ്നമായി ശേഷിക്കും. ഇന്ത്യ വെനസ്വേലയല്ല, ഇന്ത്യ പാകിസ്ഥാനുമല്ല, ഇന്ത്യ ഭാരതമാണ്. ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രനാണ്.